ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി മൊത്തം ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. നമുക്ക് റെസ്റ്റ് എടുക്കാൻ ടൈമില്ല. കാരണം നമുക്ക് നാളെ ഇനി കുഞ്ഞാറ്റ സ്കൂളിൽ വിടാനൊക്കെ പരിപാടിക്കൊക്കെ പോകാനുള്ളതാണ്. നാളെ തന്നെ പോയി ചേർക്കണം. നമ്മുടെ മെയിൻ ലക്ഷ്യം നമ്മൾ ഉദ്ദേശിച്ച് വന്നത് അതാണല്ലോ. അപ്പോൾ നമുക്ക് അത് ചെയ്യണം. ഇവിടെ വേറെ സ്കൂളുണ്ടായിരുന്നു, ആ സ്കൂളിൽ ഈ പ്രാവശ്യം പിള്ളേരെ എടുക്കുന്നില്ല. അത് എന്തോ ഒരു കളക്കളിയാണ്. നമുക്കെന്തോ ബിൽഡിംഗ് പണിയാന്നാണ് അവർ നമ്മളെ എല്ലായിടത്തും പക്ഷെ ഇവിടെ ഒരു 5-10 പിള്ളേരുണ്ട്. ആ പിള്ളേർ ആരും എടുക്കുന്നില്ല. അപ്പോൾ ഈ പിള്ളേരും അതേപോലെ പുറമേ നിന്നുള്ള വേറെ കുറേ പിള്ളേരൊക്കെ ഈ സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര പെട്ടെന്ന് ഓടിച്ചു വന്നത്. കാരണം നമ്മൾ ചെന്നിനി സംസാരിച്ച് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ ഈ വണ്ടിയിൽ എത്ര സാധനം ഉണ്ടായിരുന്നു, എത്ര ലോഡാണ് ഞങ്ങൾ കൊണ്ടുപോയെന്നൊക്കെ നിങ്ങളെയും കൂടി അറിയിക്കണമല്ലോ. അപ്പൊ നമുക്ക് അതൊക്കെ കാണാം. ഈ ബേക്കി ഇരിക്കുന്നതാണ് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിന്റെ തൈ കേട്ടോ. വലിയ തയ്യാ, അടിപൊളി തൈയായിട്ടോ. അത് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ഇങ്ങനെ ഒരു കുഞ്ഞു തൈ നരുന്ന തൈകളായിരുന്നു. അതൊന്ന് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നല്ല ബൂഷി അടിപൊളി തൈ. ഇത് വയലറ്റ് കളറാട്ടോ, മധുരം കൂടി സാധനമാണ്. ഇതിപ്പോ പെട്ടെന്ന് കൊണ്ടുപോയി നടാൻ പറ്റിയ പാകമാണ്. പടപടാന്നങ്ങടെ ആയി വരും. അതേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് ചേട്ടയ്ക്കൊക്കെ, എൻ്റെ ചേട്ടനൊക്കെ ഇതിൻ്റെ കൃഷിയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ധൈര്യത്തിൽ പറയുന്നത്. അവരെ തോട്ടത്തിൽ നിന്ന് തന്നെ എടുത്ത് പാകി ഉണ്ടാക്കിയേക്കുന്ന തൈയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വന്ന കാര്യത്തിൽ കിടക്കാം. മെയിൻ ലക്ഷ്യത്തിലേക്ക് പോവാം. അതെ, മെയിൻ യുദ്ധം. ഇതുണ്ടാ, ഓ അടിപൊളി. നമ്മൾ ഇത്ര നാളും കണ്ട പച്ചപ്പിൻ്റെ ഒരു സുഖമല്ല നമ്മുടെ നാട്ടിലെ ഒരു പച്ചപ്പ് എന്ന് പറയുമ്പോൾ. നമ്മുടെ മണ്ണും നമ്മുടെ ചെളിയും എന്തും ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരു ഓലപ്പര പോലെ ആണെങ്കിലും നമുക്ക് നമ്മുടെ എന്ന് പറയുമ്പോണ്ടല്ലോ, അതൊരു വികാരമാണ്. അത് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ വിദേശത്തുള്ളവർക്ക്, ഇപ്പൊ വിദേശത്താണെങ്കിൽ ഒന്നാമത് യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുകയും കൂടിയാണ്. അതൊക്കെ ശരിക്കും ഭയങ്കര കഷ്ടമല്ലേ. അപ്പൊ നമ്മള് അങ്ങനെ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ, ഒരറ്റത്തുനിന്ന് നമ്മള് പെറുക്കാൻ തുടങ്ങാം. പിന്നെ നമുക്ക് പെറുക്കി അങ്ങ് എടുക്കാം. ഇത് കുറച്ച് കഴുകാനുള്ള തുണിയാ. ഞാൻ ഇനി വീട്ടിലെത്തിയിട്ട് കഴുകാലോ, വയ്യാത്തോണ്ടേ മൊത്തം കഴുകിയില്ലായിരുന്നു. അപ്പൊ കഴുകാനുള്ള തുണി. ഇത് മരുന്ന് സെറ്റ് കേട്ടോ. ഇതിന് കുറഞ്ഞ മരുന്ന് എന്തോ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് സാധനങ്ങളെല്ലാം സിറ്റ് ഔട്ടിലേക്ക് ആദ്യം ഇറക്കി വെക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ മുകളിലുള്ള സാധനം കഴിഞ്ഞു അല്ലേ. മുകളിലുള്ള സാധനം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇപ്പൊ തന്നെ ഇത്ര സാധനമായി. ഇത് നമ്മൾ ഇന്നലെ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയ സാധനം കേട്ടോ. ഇത്ര സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞ വലിയ തേനീച്ചേൻ്റെ കൂട് കേട്ടോ. അത് കൂട് മാറ്റി സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ. എന്നാൽ തുണികളെല്ലാം ഉള്ളി കൊണ്ടുപോയില്ല, പാത്രവും സാധനങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് ഇറക്കിയാ പോരെ. ഇത്ര സാധനം ഉള്ളി കയറും. കാരണം ആൾക്കാർ കണ്ട എന്ത് വിചാരിക്കും. ഇത് നമ്മുടെ സാമ്യ സൈക്കസ് ആണ് കേട്ടോ. ഇതിന് ഈ ചെടീൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ വെള്ളം കുറച്ച് ഇത് പെരയ്ക്കകത്തൊക്കെ വെക്കാം. പക്ഷെ പിള്ളേരുള്ളിടത്ത് അതിന് അത്ര സേഫ് അല്ല, പറയുന്നു. അതെ, ഇപ്പുറത്ത് നമ്മുടെ വേറെ തേനീച്ച കൂടെ ഉണ്ട് കേട്ടോ. അതേപോലെ ചെറുതേനൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ചെറുതേൻ ഞങ്ങൾ ഇവിടെ തന്നെ ചെറുതേൻ കൃഷി ചെയ്ത് എടുക്കുന്ന സാധനമുണ്ട്. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ചെറിയ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, ചെറിയൊരു വരുമാനം. ഇനി നമ്മളിതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ, അതായത് നമ്മുടെ ഗജനാവ്. ഞങ്ങളുടെ ഗജനാവ് ഇപ്പോൾ ഫുള്ളാ. ഇതാണ് ഗജനാവിൻ്റെ, കുറച്ചൊന്നല്ല കുറച്ചധികം ഫുള്ളാ. അപ്പൊ സാധനങ്ങളെല്ലാം നമുക്ക് ഇറക്കണം. ഇതൊക്കെ ആന്റിയുടെ വക, അമ്മയ്ക്കുള്ളതാട്ടോ. യു പി അവല്. അതെ, യു പി അവല്. അപ്പൊ നമുക്കിനി ബാക്കിയുള്ള ഇതിലുള്ള സാധനങ്ങളൊക്കെ ഇറക്കാവേ. അങ്ങനെ നമ്മുടെ വണ്ടി ഓൾമോസ്റ്റ് ഫുള്ള് എന്താ പറയാ കാലിയായി. ഇനി ഗ്യാസും കുറ്റിയുണ്ട്, വെള്ളത്തിന്റെയും കൂടി ഉള്ളു. അത് മാത്രമൊന്നുമല്ല. അതെങ്ങനെയാ ശരിയാവണത്? എന്താ മറിയേ, ദേ ഈ ഗ്യാപ്പിൽ കിടക്കണ അൽക്കുലത്ത് സാധനങ്ങൾ, അതൊക്കെ ചെരുപ്പും സാധനങ്ങളൊക്കെ എയർ ബാഗിന്റെ അവിടെ മൊത്തം സാധനം, അത് മൊത്തം എടുക്കണം. കുറച്ച് തുണി കഴുകാൻ, വണ്ടി കാലിയാക്കാം നമുക്ക് കേട്ടോ. അതെ, ഇവിടെ കുറച്ച് കഴുകാനുള്ള തുണികളാ. കുഞ്ഞാറ്റേന്റെ ഒക്കെ അൽക്കുത്ത് സാധനങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. അവിടെ കുഞ്ഞാറ്റേന്റെ ചെരുപ്പ് കൊണ്ടുപോയ തന്നെ ഉണ്ട്. ആന്റീൻ്റെ അടുത്ത് കഴിയതാണേ. അത് വേറെ കാര്യം. ഓരോ ഉടുപ്പ് ഊരിയിട്ട് ഇങ്ങോട്ട് എറിയുന്നതാണ് ഇതൊക്കെ. മകള് ബക്കറ്റിലിട്ട് വെക്കുന്ന തുണി കൊണ്ടേ രാത്രി പിന്നെ ഇവിടെ പരിപാടി, പകലിവിടെ പിന്നെ പരിപാടിയാ കുഞ്ഞാറ്റ. അതെ, ഞങ്ങൾ വിചാരിക്കും കുഞ്ഞാറ്റ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അല്ലേ. പാവല്ലേ, പാവാടയല്ലേ, കീറിയതല്ലേ, ഇട്ടോട്ടെ. ഇത് കണ്ടോ, ഇത്രയും സാധനങ്ങളാണ് ഞങ്ങളുടെ ചെറിയ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് നമ്മൾ നാനോവിനുള്ളതിനേക്കാൾ ഡബിൾ സാധനങ്ങളുണ്ട് കേട്ടോ. ഇനി ഇത് മാത്രല്ല, നമ്മള് കുക്ക് ചെയ്യാൻ വെച്ച സാധനങ്ങളൊക്കെ വേറെ സ്ഥലത്താണ് വെച്ചത്. അത് പുറത്തിറക്കിയിട്ടില്ല. അതെ, അപ്പൊ ഇനി എന്ത് ചെയ്യാ, എന്റെ ചടങ്ങിലേക്ക് ഞാൻ കടക്കുകയാണ്. തുണി കഴുകൽ ചടങ്ങ്. കുറച്ച് ഞാൻ വാഷിംഗ് മെഷീനകത്തേ
കുറച്ച് ഞാൻ വാഷിംഗ് മെഷീനകത്ത് ഇട്ട് കഴുകും, അല്ലാതെയും കഴുകാന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഉടുപ്പ് ഇനിയുണ്ടോ? ഇല്ല ഇല്ല, എല്ലാം ഉപയോഗിച്ചില്ലേ? എല്ലാം ഉപയോഗിച്ചു. എന്തിനാണല്ലേ? ഓൾമോസ്റ്റ് എല്ലാ തുണിയും ഉപയോഗിച്ചു. കുറച്ച് തുണി ഉപയോഗിക്കാത്തുണ്ട് കേട്ടോ. ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ ജീൻസും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഈ ബെഡ്ഷീറ്റ് ഉപയോഗിച്ചതാണ്. ഇതിപ്പോ റൂമിൽ തെർമൽ വെയർ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ റൂമിൽ സ്ഥലമില്ല. ഈ ടോപ്പ് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് തുണികൾ. തെർമൽ വെയർ ഒക്കെ ഉണ്ടായിട്ടാണ് നീ തണുത്ത് കുറച്ച് കിടന്നേ. അതെ, അന്ന് നമ്മുടെ അല്ല, പെണ്ണിന്റെയാ. പെണ്ണ് മീൻസ് ചേട്ടന്റെ പെങ്ങടെ കേട്ടോ. വിദേശത്തായിരുന്നപ്പോ ഇത് പുറത്തേ എടുത്തിട്ടില്ല. അങ്ങനെ ചേട്ടൻ രാവിലത്തെ ഫുഡ് കഴിക്കട്ടോ. എന്താണ് രാവിലെ? അപ്പം ചുമ. ഇച്ചിരി അഹങ്കാരായില്ലേ ഇപ്പൊ? നമ്മൾ മറ്റേത് ഉപ്പുമാവൊക്കെയല്ലേ ഉണ്ടാക്കി. അതെ, അല്ല ഇപ്പൊ ഇതൊക്കെ കഴിക്കുമ്പോ ഒരു സമാധാനം ഉണ്ടല്ലോ. അതെ അതെ. അമ്മ എന്തോ പറയുന്നു. അമ്മയ്ക്ക് നോമ്പാട്ടോ. അമ്മയ്ക്ക് ഒക്കെ നോമ്പാണ്, ഞങ്ങൾക്ക് നോമ്പൊന്നുമില്ല. ഞങ്ങള് എന്തായാലും നമുക്ക് നോമ്പ് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ യാത്ര ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നോമ്പൊന്നും നടക്കില്ല. അതേപോലെ ഇവിടെ കുറേ പേർക്ക് നോമ്പാണ്, നമുക്ക് കുറച്ച് പേർക്ക് മാത്രമേ നോമ്പില്ലാത്തുള്ളൂ. വേഗം കഴിച്ചോ, പണിയുണ്ട്. അങ്ങനെ ഇരുന്ന് സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടംമാതിരി പണിയുണ്ട്. എനിക്കാണ് പണി, സീറ്റ് പിടിപ്പിക്കണ്ടേ? എനിക്കാണ് അത്രയും പണിയുള്ളത്. എൻ്റെ തുണിക്ക് കഴിയണ്ടേ. നമ്മൾ രണ്ടുപേരും ഇനി ഇപ്പൊ കണക്ക് പറയണ്ട, നമ്മളെന്നും ചെയ്യണം. ഹാൻസി, ഇതെന്താണ് ഇവിടെ? പെട്ടീന്റെ ഉള്ളിലുള്ള തുണി പൂത്തുപോയി. തുറക്കാതിരുന്നിട്ടല്ലേ? ആകെ 2 മാസമേ ഉപയോഗിക്കാണ്ടിരുന്നിട്ടുള്ളൂ. പക്ഷെ അപ്പത്തേക്കും പെട്ടിയൊന്നും തുറക്കാനും പറ്റാണ്ടായി. ഇതൊക്കെ പാകാലം പോയി. ഇനി ഇതെല്ലാം ഒന്നേന്ന് വലിച്ചു വാരിയിട്ട് പിന്നെ മടക്കി വെക്കണം. മടക്കി വെക്കില്ല, ഇതിനിടയിൽ ഇതൊക്കെ ഉണ്ട്, പാറ്റൊക്കെ കയറിയിട്ടുണ്ട്. ഇത്രയും ഇതിൽ പെട്ടിയിൽ ഇങ്ങനെ പാറ്റ തന്നില്ല. അല്ല, ഇത്ര 2 മാസം കൊണ്ട് ഇതൊക്കെ കയറും. മൊത്തം കയറി പാറ്റക്കാട്ടത്തിന്റെ കളിയാന്നുണ്ടോ. തട്ടി തട്ടി കഴുകിട്ടോ വരുമ്പോ ഇതൊക്കെ മടക്കി ലെവൽ ചെയ്ത് നമുക്ക് പേപ്പർ എല്ലാം ഇട്ട് നമുക്ക് വണ്ടീന്റെ എല്ലാ സാധനവും ഞങ്ങള് പുറത്തിറക്കി കേട്ടോ. വണ്ടിക്ക് ഒരു സെറ്റ് ഇത് ഈ കിടക്കുന്ന തുണി ഇപ്പൊ പെട്ടി ഇറക്കിയതല്ല, ഇത് നമ്മളിപ്പോ കൊണ്ടുപോയ തുണി ഞാൻ കഴുകി തുറക്കി കൊണ്ടിട്ടേക്കുന്ന മടക്കി വെച്ചേക്കുന്നത്. അപ്പൊ ഈ മടക്കി ഇത് ഇത്രയും ഇനി കഴുകി സെറ്റ് ചെയ്യാനുള്ളതാണ് ഈ കിടക്കുന്ന മൊത്തം. ഒന്നും ആയിരുന്നില്ല, പിന്നെ ഏകദേശം ഇത്ര എളുപ്പം എത്തിച്ച് നിർത്തിയേക്കാണ്. വേണ്ടോ പെട്ടിയുടെ ഒരു ലെവല് ഒരു സൈഡ് തന്നെയാണ് ലെവൽ ചെയ്തു കേട്ടോ, താഴെ വരെ ലെവൽ ചെയ്തു. അപ്പോൾ ഇതിനി മുഴുവനും മടക്കി വെക്കണം, അതാണ് എൻ്റെ ഉത്തരവാദിത്വം. കാരണം ഒരുപാട് സാധനങ്ങളാണ്, കാരണം അത്രയും പൂത്തു. അതെങ്ങനെ 1 മാസം കൊണ്ട് പൂത്തെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ചേട്ടായും പപ്പയൊക്കെ പുറത്ത് എന്തോ പരിപാടിയാണ്, നമുക്കതെന്താന്ന് പോയി നോക്കാവേ. നനയ്ക്കുക, എന്തു നനയ്ക്കുക? അപ്പോൾ അതിനകത്ത് വെള്ളം വരുന്നില്ലല്ലോ. അവരെ ഓണാക്കിയാൽ ശരിയാവുമായിരിക്കും. നിങ്ങളെന്താ പരിപാടി? ഇത് പൊട്ടിപ്പോയേ, ജോയിന്റ് അടിക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ തൈകള്. ഇനി ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചല്ലേ, ശരിയാ. പിന്നെയും ഈ തൈ കണ്ടപ്പോ ഞാനിവിടെ വന്നപ്പോ എന്താ തേനീച്ച അങ്ങനെ ഇളകുന്നേ? ഇത് വൻതേനീച്ച കേട്ടോ. വൻതേനാ? നല്ല സുഖം അവിടെ പോയി നിന്നാലേ. തേനുണ്ടോ? അതിന്റെ ഉള്ളു തേന, അതിന്റെ ഉള്ളില്. ആണോ? എടുക്കണോ? ഇപ്പൊ എടുക്കേണ്ട ടൈം അല്ലേ, ഇതൊക്കെ ഓരോ വാവും കാര്യങ്ങളൊക്കെ നോക്കി വേണം എടുക്കാൻ. അങ്ങനെയുണ്ട്. കുഞ്ഞുങ്ങള് വിരിയുന്ന സമയമാണ്. നമ്മുടെ അടുത്ത് ചെറുതേനും ഉണ്ട് കേട്ടോ, ഞാൻ രാവിലെ ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആൻസി, നമ്മുടെ പെട്ടിയൊക്കെ ശരിയായില്ലേ? പെട്ടിയൊക്കെ ഏകദേശം ഒന്ന് ലെവലാക്കിയിട്ടുണ്ട്, ഒക്കെ അടുക്കി പെറുക്കി. ഇനി ഈ സാധനങ്ങളൊക്കെ എല്ലാം ഒന്ന് ലെവലാക്കി എടുത്തു വെച്ചു. അപ്പൊ ഇന്നലെയാണ് നമ്മൾ പെട്ടിയും കാര്യങ്ങളൊക്കെ ശരിയാക്കിയത്. ഇത് പിറ്റത്തെ ദിവസം എടുക്കുന്ന വീഡിയോ ആണ്. ഇതൊക്കെ ലെവലാക്കി മൊത്തം അലമ്പായി കിടക്കുകയായിരുന്നു. ഇതിപ്പോ വേറെ കുഞ്ഞാറ്റയ്ക്ക് പുതിയ പെട്ടി മേടിക്കേണ്ടി വരും. കുഞ്ഞാറ്റയ്ക്ക് 95% കുഞ്ഞാറ്റ സാധനങ്ങൾ, നമുക്ക് സാധനങ്ങളൊക്കെ സ്ഥലമല്ല ഇപ്പൊ. അങ്ങനെയാണ് പള്ളി. ഇനി ഇവിടെ എന്നാലും കുറച്ച് റെഡിയാക്കാനൊക്കെ ഉണ്ട്. കൂടുതൽ പൂന പുതപ്പാണ്. നമുക്ക് ആ സാധനം കൂടി മാറ്റിയിട്ട് സീറ്റ് പിടിപ്പിക്കാം. വാക്യൂം ക്ലീനർ കൂടി എടുക്കട്ടെ. വാക്യൂം ക്ലീനർ അതിലൊക്കെ കൊച്ചിന്റെ തുണിയാട്ടോ. അത് വീട്ടിലിടുന്ന ഉടുപ്പ്. അയ്യോ, അതൊക്കെ മറിഞ്ഞു. അപ്പൊ നമുക്ക് സീറ്റ് വേഗം പിടിപ്പിക്കാം അല്ലേ? രാവിലെ ഇവിടെ ഒരാൾ നടക്കാൻ ഇറങ്ങി കേട്ടോ. ഈ വെയിലത്താണോ ഇവിടെ നടക്കുന്നത്? ഓ ഓ ഓ ഓ ചെരുപ്പെടുത്തിട്. അവിടെ ഇരിക്കുവാണോ മണ്ണില്? ഇഴയാൻ പോവാണോ? ഇതെന്താ നിലത്തിരുന്ന പരിപാടി? അങ്ങനെയൊന്നും ഇല്ലാന്ന്, കല്ലക്കവാരി കളിക്കുന്നു.
ഇതാണ് ഇറക്കേണ്ടത് അല്ലേ? ഈ ബോക്സ് മാത്രം ഇറക്കാൻ, എനിക്ക് ബേക്ക് ഇറക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അവിടെ ഇരുന്നോളും, നോട്ടെ. കാരണം എന്താ വെച്ചാൽ നാളത്തെ കഴിഞ്ഞിട്ടായിട്ട് ഏറ്റവും വെയിറ്റ് ഉള്ളത് അല്ലേ? അല്ല, ഇത് വെയിറ്റ് കുറവാ, മെറ്റേനെ വെയിറ്റ് ഉള്ളൂ. ഇത് എന്താന്ന് പറയാ, നമുക്ക് സീറ്റ് പിടിപ്പിക്കും, കാരണം വണ്ടി സർവീസ് ആയില്ലേ. 10,000. ഇത് കല്ല് വാരി തിന്നുവാണ്. കുഞ്ഞാന്റെ ആരാ കല്ല് വാരി വായിലിടുന്ന? അടി വേണോ? എന്തായിട്ടേ അവസ്ഥ? പിന്നെ പുതിയ വണ്ടിയാന്ന് പറഞ്ഞത് ആരാന്ന് എല്ലാവർക്കും ഊഹിക്കാൻ ഇരിക്കുന്ന സാറാണ്. ഇത് പൊടിയോ? നല്ല പൊടി. വെള്ളം നനയ്ക്ക് നല്ല പൊടിയില്ലേ. ഇത് ശരിക്കും കാറ്റ് വെച്ച് വലിക്കണോടി. നമ്മുടെ വാക്കിംഗ് ക്ലീനർ മതിയാവോ? നമ്മുടെ വാക്കിംഗ് ക്ലീനർ വെച്ച് ഇപ്പൊ വലിക്കാം. സ്കൂളിൽ പോകാനുള്ള അല്ലേ, സമയം പോകണം. അഡ്മിഷൻ ഇല്ലാന്ന് പറഞ്ഞാ നമ്മൾ ഇത്രയും ദിവസം വന്നത് എടുത്ത് ഓടിയത് വെറുതെ ആവും. ആൻസി, വാക്യൂം വലിക്കണമെങ്കിൽ നീ ആദ്യം വണ്ടി സ്റ്റാർട്ടാക്കണം. വണ്ടി സ്റ്റാർട്ടാക്കണോ? സ്റ്റാർട്ടാക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താ, ബാറ്ററി ഇറങ്ങി പോകും. ബാറ്ററി ഇങ്ങനെ ഇറങ്ങിപ്പോയാലേ കേറിയിരി. ആൻസി ഇത് കറക്റ്റ് പഠിച്ചില്ലേ? പിന്നെ ഗിയർ എങ്ങോട്ടാ ഇരിക്കണേന്ന് നോക്കണേ. മൊത്തം ചവിട്ട്. ഇനി ന്യൂട്രാക്ക്. ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി നോക്കിയേ. ന്യൂട്ര തന്നെ. ഇനി വണ്ടി സ്റ്റാർട്ടാക്കി. മതി. വാവ്, ആ മുഖത്തെ ഒരു അഹങ്കാരം കണ്ടോ അല്ലേ? വണ്ടി സ്റ്റാർട്ടാക്കാൻ അല്ല, ഹാൻസി വണ്ടി സ്റ്റാർട്ടാക്കാൻ പഠിച്ചു. അപ്പോൾ നമുക്ക് നല്ല വെയിലാട്ടോ. ഇത് മൊത്തം ഒന്ന് വടിച്ച് പെട്ടെന്ന് അങ്ങ് സെറ്റപ്പ് ആക്കാം അല്ലേ. കുട്ടീൻ്റെ അടപ്പ് ഹാൻസി, ഈ ഗ്യാപ്പൊക്കെ വയ്ക്കണം. ഈ സാധനമല്ലേ ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ഇത്രയും നാളായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. 3-4 പ്രാവശ്യം നമ്മൾ വലിച്ചു അല്ലേ? അത് കൂടുതൽ വലിച്ചു. അപ്പം അങ്ങനെ ഇവിടെ സെറ്റപ്പ് ആക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ ചവിട്ടി ഹാൻസി തുടയ്ക്കുന്നുണ്ട്. ചവിട്ടിയും കൂടി തുടച്ച് കഴിഞ്ഞാൽ അതും കൂടി ഇങ്ങ് എടുത്ത് വെച്ചാൽ പിന്നെ സീറ്റിൻ്റെ പണി നോക്കാം അല്ലേ. സീറ്റ് ശരി ഇവിടെ ഇങ്ങനെ മുറിഞ്ഞു പോയി. അതെന്താണെന്നറിയോ, ഈ പ്ലൈവുഡ് കിടക്കുന്നതിൻ്റെ മുറിയോ അത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അങ്ങനെയാണ്. ഇതാരിത് മാമീനെ സഹായിക്കാൻ വന്നാണോ? ഇങ്ങോട്ട് നോക്കിയേ. കുണ്ടരി കുളിച്ചല്ലേ? കിടന്നോ അതിൽ ഏറ്റു നിൽക്കാലാളെ, കയറി നിൽക്കാലാ. ഇനി വീഴോടി. ആദ്യം നീ മര്യാദയ്ക്ക് നടക്കാൻ പഠിക്കും കുഞ്ഞേ. അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് സീറ്റും കൂടി ഒന്ന് വേഗം ഉള്ളിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. അങ്ങനെ നട്ടൊന്നും ഊരാണ്ട് ഇവിടെ കൊണ്ടുവച്ചു കേട്ടോ. ഞങ്ങൾ അപ്പയും ചേട്ടയും ഞാനും കൂടെ പിടിച്ചിട്ടുണ്ടേ. എനിക്കിപ്പോൾ ഇത് പിടിക്കാനുള്ള ആരോഗ്യമില്ല അല്ലേ. ശരിക്കും ഇത് ആദ്യം ഊരണായിരുന്നു. ഞാൻ ചേട്ടൻ്റെ ആദ്യമേ ഊരിക്കും. ഈ നടുക്കത്തെ 2 എന്താ അറിയോ, നമുക്ക് ശരിക്കും കുഞ്ഞാറ്റിനെ കൊണ്ട് പോകണേ ഇതിൽ ചൈൽഡ് സീറ്റ് വേണോ? കാരണം എന്താ അറിയോ, ഈ സീറ്റിന്റെ നടുക്കൊരു സീറ്റ് ബെൽറ്റ് ഉണ്ട്. അപ്പൊ പിന്നെ ചൈൽഡ് സീറ്റിന്റെ ആവശ്യമുണ്ടോ? വേണ്ടായിരിക്കാം. ഇനി നിയമം എന്താണെന്ന് ദൈവത്തിന് മാത്രം പോലീസിനെ പിടിക്കുന്ന അറിയാം. അതാണ് വിഷയം. അപ്പൊ ഇത് വേഗം ഊരി കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാവേ. ഇത് സീറ്റ് ബെൽറ്റിന്റെ ആയതുകൊണ്ട് അതെ, ഞങ്ങൾ ഈ സാധനം ഇവിടെ ഇങ്ങനെ വെച്ചോണ്ട്. അല്ല, സീറ്റ് ബെൽറ്റിന്റെ ആകുമ്പോൾ ഒരെണ്ണം വണ്ണം കൂടുതലുണ്ട്. ഇതാണ് സീറ്റ് ബെൽറ്റിന്റെ. ഇത് സാധാ സീറ്റിന്റെ. സീറ്റ് ബെൽറ്റിന്റെ കട്ടിയുള്ള സാധനം മാറ്റി വെക്കി. അത് ശ്രദ്ധിച്ചോണം. ഇത് ടൈറ്റ് ആക്കണമെങ്കിൽ ബേക്കിൽ നിന്ന് വേണ്ട ടൈറ്റ് ആക്കാനായിട്ട്. ഞാൻ ടൈറ്റ് ആക്കാം, സീനില്ല. കുഞ്ഞാറ്റ ഇവിടെ ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ബാക്കി മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. കുഞ്ഞാറ്റ നിക്കുമുത്തേ. അമ്മ ഇവിടെ അപ്പായിക്കുട്ടൻ ഇവിടെ എന്തോ കാട്ടിക്കൂട്ടുന്നുണ്ടോ നോക്കട്ടെ. ഇതെന്താ ഇവിടെ കിടക്കുവാണോ? കിട്ടിയ അവസരം മുതലാക്കുവാണോ? അല്ലടി, ഇവിടെ ഈ സീറ്റ് ബെൽറ്റിനെയും കൂടി പിടിപ്പിക്കണം. 3 സീറ്റ് ബെൽറ്റ് ഉണ്ട് ബേക്കില്. വൈകുന്നേരം സ്കൂളിലെത്തോ? നമ്മൾ ഇപ്പതാ കുഴപ്പമില്ല. ഞങ്ങൾ ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കൊണ്ട്. 1/2 മണിക്കൂർ പറയാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായല്ലോ. നല്ല സുഖം. ഇത് ഈ ഒരു സെറ്റപ്പ് നമുക്ക് വേണമെങ്കിൽ കേരളത്തിൽ ഫുള്ള് പോവാലോ. കുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ കിടക്കൽ മാത്രം ബുദ്ധിമുട്ടുള്ളൂ. അതില്ല, അതെന്തായാലും നടക്കില്ല. എനിക്ക് ഒറ്റയ്ക്ക് വേണേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ ഊട്ടി പോയപ്പിക്കുന്നല്ലേ? അതെ, ഞാൻ പിടിപ്പിക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ സീറ്റ് പിടിപ്പിച്ചു. ഒരു 1/2 മണിക്കൂറിൻ്റെ കേസേ ഉള്ളൂ കേട്ടോ. യെസ്. അപ്പോൾ ഇനി നമുക്ക് ആരെയും പേടിക്കാണ്ട് പോവാം. ഈ ബെഡ് വേണമെങ്കിൽ ബേക്കിൽ എക്സ്ട്രാ ബെഡ് ഉണ്ടല്ലോ, അത് എടുത്തിട്ട് നമ്മുടെ സാധനങ്ങളും കൂടി അങ്ങ് പിടിപ്പിച്ചാൽ സെറ്റായി. നമ്മുടെ കണ്ട ഇത്രയും ഗ്യാപ്പുണ്ട്, ഒന്നും പേടിക്കാനില്ല. അപ്പോൾ നമുക്ക് ഇനി കുഞ്ഞാറ്റനെ വേഗം സ്കൂളിൽ കൊണ്ട് അഡ്മിഷൻ എടുക്കാം കേട്ടോ.
അങ്ങനെ നമ്മള് സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. കുഞ്ഞിപ്പാറ്റേനെ ബേക്കിൽ ഇരുത്തിയിട്ടുണ്ട്, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഇരിക്കുന്നത്. നമ്മുടെ ചുന്ദരിക്കുട്ടീനെ കാണാൻ ഇന്ന് എങ്ങനെയുണ്ടെന്ന് പറയണേ. കൊച്ചിന്റെ കുപ്പിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നാട്ടോ പറയണേ. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. എവിടെന്നാ മേടിച്ചേ? ഷിലോങ്. ബാഗ് വാങ്ങുന്നത് ഷിലോങ്ങിൽ. ഭയങ്കര ചൂടല്ലേ. സ്കൂളിലേക്ക് പോവാ അല്ലേ. അങ്ങനെ ഞങ്ങൾ അമ്പലവയൽ എത്തിട്ടോ. ഇനി അമ്പലവയൽ സിറ്റി. അതെ, അമ്പലവയൽ സിറ്റി. ഇനി അമ്പലവയൽ സിറ്റിന്ന് എന്താണ് ചുള്ളിയോട് സിറ്റിയിലേക്ക് പോകണം. കുഞ്ഞാറ്റയ്ക്ക് കുറച്ച് ദൂരമുണ്ട്. പിന്നെ കുഞ്ഞാറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ദൂരം. ഇന്ത്യ ചുറ്റി കുഞ്ഞാറ്റയ്ക്ക് ഇതൊരു ദൂരം അല്ലല്ലോ. അതായത് എങ്ങനെയാന്ന് വെച്ചാലേ, നമ്മുടെ വീടിന്റെ മുമ്പിൽ ബസ് വരും. ഇപ്പൊ ഈ ചേർക്കാനും നമ്മളിങ്ങനെ പോകുന്നില്ലേ, അതേപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങിനൊക്കെ ആയിട്ട് പോയാൽ മതി. പിന്നെ കൊണ്ടുപോയി ചേർത്തി. അതെ, ചേച്ചീന്റെ ചെവിയില് ഫോണായിരിക്കണേ. അതെ, അപ്പൊ ഇന്ത്യയില് അല്ല കേരളത്തിൽ അങ്ങനെ ഒരു നിയമം വന്നതൊക്കെ നിലവിൽ വന്നു കാണില്ലായിരിക്കും. അല്ല, തല ചരിക്കുന്നില്ലല്ലോ. അല്ല, ഹെൽമെറ്റിനുള്ളില് വെച്ചാലും പ്രശ്നമാണല്ലോ പറഞ്ഞേ. നമ്മുടെ പൂപ്പലി ഗ്രൗണ്ട്. അതെ, പൂപ്പലി ഗ്രൗണ്ട്. ഇപ്പൊ ഇവിടേക്ക് ഇതൊക്കെ ആക്കിയില്ലേ. ഇന്ന് കുഞ്ഞാറ്റ സുന്ദരിക്കുട്ടി ആയോ? അതെ, കുഞ്ഞാറ്റ. എല്ലാരും ഒന്ന് കമന്റ് ചെയ്യണേ. ക്യൂട്ട് ഗേളാണോ? ഞങ്ങൾ ആദ്യമായിട്ടാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മുടിയൊക്കെ കെട്ടുന്നത്. അല്ലെങ്കിൽ കുഞ്ഞാറ്റയ്ക്ക് മുടിയൊക്കെ കിട്ടാൻ തന്നെ ഭയങ്കര കച്ചറിയാ. വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാലോ, ആദ്യം കുഞ്ഞ് നടക്കണ പോലെയാണ് നടക്കുള്ളൂ. ഇപ്പൊ ഞാൻ പിടിച്ച് കെട്ടി കൊടുത്തപ്പോ പറഞ്ഞു, അതിനെന്താ അമ്മ കെട്ടിത്താ സുന്ദരിയായിട്ടുണ്ട് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, കുഞ്ഞാറ്റ ഇതാണ് അമ്മ പറയുന്നത്, മുടിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്ദരിയാവുന്നെന്ന് പറഞ്ഞു. അപ്പൊ ആന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ഏറ്റവും നമ്മുടെ ബീവറേജിലേക്കാണ്. അമ്പലയിലെ പേരും പ്രശസ്തിയും ബീവറേജും കഴിഞ്ഞിട്ടാണ് കൊച്ചിന്റെ സ്കൂള് വരുന്നത്. ബീവറേജ് കഴിഞ്ഞ് കുറച്ചും കൂടി പോകണം, കുറേ പോകണം അല്ലേ. പിന്നെ ചുള്ളിയോട് ടൗൺ എത്തണം. ഇതൊക്കെ ഈ രണ്ട് സൈഡിലും അമ്പലയില് ഫാമിന്റെ സ്ഥലമാണ്. ഇപ്പൊ ഈ വലത്തെ സൈഡിൽ കാണുന്നില്ലേ, ഇത് ഫുള്ള് ഫാമിന്റെ സ്ഥലമാണ്. അതുകൊണ്ടാണ് റൈറ്റ് സൈഡിൽ ഒരു ഇതും വരാത്ത, ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും വരാത്ത. ചേട്ടായി നോക്കാൻ കാണിച്ച മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഓ, ഇവിടെ തിരക്കൊട്ടില്ലല്ലോ. തിരക്കായില്ല, വൈകുന്നേരം വരണം. വൈകുന്നേരമാണ് തിരക്കാവുള്ളൂ അല്ലേ. ഓ, അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടേ, ക്യൂ ഒക്കെ ഉണ്ട്. നമ്മുടെ പരിചയക്കാരും ഇല്ലല്ലോ, ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങള് ചുള്ളിയോട് എത്തിട്ടോ. ഇനി ചുള്ളിയോടൊന്നും കുറച്ച് ദൂരമുണ്ട് അല്ലേ. അതെ, അറിയാത്തവർക്ക് ഇത് ബത്തേരി റൂട്ടാണ്. അതായത് ഈ റൂട്ട് നമ്മൾ ബാക്കോട്ട് പോയാൽ, ഈ ചുള്ളിയോടുന്ന് റൈറ്റ് തിരിഞ്ഞു പോയാൽ നമ്മൾ തമിഴ്നാട് കയറും. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഊട്ടിക്ക് കുറഞ്ഞ ദൂരമേ ഉള്ളൂ, 100 കിലോമീറ്റർ. ഇത് നേരെ ബത്തേരി, ബത്തേരിന്ന് കർണാടകയ്ക്കും കുറഞ്ഞ ദൂരമേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത. ഞങ്ങൾ നടുക്ക് കിടക്കുന്നവർ. ഞങ്ങൾക്ക് എങ്ങോട്ട് വേണേലും പെട്ടെന്ന് അങ്ങോട്ട് പോവാം. തമിഴ്നാട്ടിലോ കർണാടകയിലോ എവിടെ വേണേലും പോവാം. ഇത് ശരിക്കും ഉണ്ടല്ലോ, ഈ ആസാമിലെയൊക്കെ തേയിലത്തോട്ടം നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്താ അറിയോ, നമ്മുടെ ഇവിടെയൊക്കെ ഫുള്ള് തേയിലത്തോട്ടം. കഥയൊക്കെ പറഞ്ഞു നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ ശരിയാവില്ലല്ലോ. ഇതാണ് കൊച്ചിന്റെ സ്കൂൾ കേട്ടോ, സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പിള്ളേരൊക്കെ ക്ലാസ്സിലൊക്കെ ആണെന്ന് തോന്നുന്നല്ലേ. ഫ്രണ്ടൊക്കെ വന്നിട്ട് പോയി. അങ്ങനെ ഇങ്ങനെ ഒരു ഫോം കിട്ടിട്ടോ. ചേട്ടൻ അത് പൂരിപ്പിച്ചോണ്ടിരിക്കുവാണേ. ഇത്രയും പൂരിപ്പിച്ച് ഇതൊന്നും അറിയില്ല അല്ലേ. ഇനി പൂരിപ്പിച്ച പൂരിപ്പിക്കണം. സ്കൂളിൽ ചേർന്നല്ലോ. അങ്ങനെ ആൻസി നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് അഡ്മിഷൻ എടുത്തു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ വന്നത് നന്നായി. ഒരു ക്ലാസ് ഫുള്ളായി, ഒരു ഡിവിഷൻ ഫുള്ളായി. അടുത്ത ഡിവിഷനിലേക്ക് പകുതി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉള്ളിലെ ഓഫീസിലെ നമ്മളങ്ങനെ എടുക്കുന്നത് ശരി. ഓഫീസിലെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ സെന്റ് തോമസ് സ്കൂൾ വരുന്നത്. കൊച്ചമ്മ ബേക്കിലിരിക്കുന്നത്. ആ ബെൽറ്റ് ഒന്ന് ഇട്ട് കൊടുക്കണേ. ബെൽറ്റ് ഇടണം, ബെൽറ്റ് ഇല്ലാണ്ട് പോലീസ് പിടിക്കും നമ്മള്. ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് അല്ലേ. ഇത്രയും നാളും നമ്മള് എല്ലാം കളിച്ച് കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ നടന്നു. ഇനി കുഞ്ഞാറ്റ് പഠിക്കണം, കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് കുഞ്ഞാറ്റയ്ക്ക്. ഞങ്ങൾ സാറിനോടൊക്കെ സംസാരിച്ചു. ഞങ്ങൾ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും വീഡിയോസ് എടുത്തില്ല കേട്ടോ. കാരണം അത് എടുക്കുന്നത് മോശമല്ലേ അല്ലേ. കാരണം അതൊരു ഓഫീസാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തില്ല. സാറ് വന്ന് കുഞ്ഞാറ്റനോട് സംസാരിച്ചു. ഞങ്ങൾ പോയതൊക്കെ സാറിന് ഓർമ്മയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അഡ്മിഷനും കാര്യങ്ങളെല്ലാം എടുത്ത് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ കൊച്ചിനെയും കൊണ്ട് ഞങ്ങൾ ചെന്നു. കൊച്ചിനോടുത്ത് സാർ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്, പേരെന്താണ്, അത് ഓഫീസിലൊന്നും വെച്ചിട്ടല്ല കേട്ടോ, പുറത്ത് ഞങ്ങൾ ഇങ്ങനെ പൂരിപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ സാറ് വന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു. പ്രിൻസിപ്പാളാണ് വന്ന് ചോദിച്ചത് കേട്ടോ.
പ്രിൻസിപ്പാൾ വന്ന് ചോദിച്ചു പേരെന്താണ്, കൊച്ചിന്റെ പേരെന്താണ്, അപ്പന്റെ അമ്മേന്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതൊക്കെ കുഞ്ഞാറ്റ പറഞ്ഞു കേട്ടോ. പിന്നെ കുഞ്ഞാറ്റയ്ക്ക് ഏജിന്റെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. വേരിയേഷൻ കുറച്ച് കൂടുതലാണ്. ഇവിടുത്തെ പിള്ളേരെ ഇപ്പൊ ചേർത്തുന്നത് സംബന്ധിച്ചിടത്തോളം കുഞ്ഞാറ്റയ്ക്ക് ഇച്ചിരി ഏജ് കൂടുതലുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മള് സർജറിന്റെ സമയമായപ്പോ ഞങ്ങള് കൊച്ചിനെ വിട്ടില്ല, കഴിഞ്ഞ വർഷം വിട്ടില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ സാറ് ഞങ്ങൾക്ക് പറഞ്ഞു നമുക്ക് നോക്കാം, പിന്നെ കൊച്ച് നന്നായിട്ട് പ്രോപ്പറായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത വർഷം നോക്കിയിട്ട് നമുക്കിലേക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്രണ്ടിലേക്ക് കയറ്റിയിരുത്താൻ പറ്റുമോ വേണ്ടിയോ നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞാറ്റേനെ കൊണ്ട് വന്ന് കുഞ്ഞാറ്റേൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി ജൂൺ വരെ നമുക്ക് എവിടെ വേണമെങ്കിലും ട്രിപ്പ് പോവാം. കുഞ്ഞാറ്റ ഫ്രീ ആണ്. ജൂൺ കഴിഞ്ഞ കുഞ്ഞാറ്റയ്ക്ക് ഉത്തരവാദിത്തങ്ങളായി പഠിക്കണം അങ്ങനെയൊക്കെ അല്ല കുഞ്ഞാറ്റെ. അതായത് വാട്സപ്പ് ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ ഇപ്പോഴേ ചേർത്തു കേട്ടോ. നമ്മളെ 2 ഡിവിഷനാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു ഡിവിഷൻ, അതെ കൊച്ചിന് കൊമ്പ് കൊള്ളാവോ, 2 ഡിവിഷനാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു ഡിവിഷൻ ഇപ്പോഴും ഓൾറെഡി ഫുള്ളായി. ഒരു ഡിവിഷന്റെ പകുതിയായിട്ടോ. നമ്മുടെ വീടിന്റെ അടുത്തുള്ളവരൊക്കെ ഇന്ന് ചേർത്താൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവര് വേറെ ഏതൊരു സ്കൂളിലും കൂടെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവരിവിടെ തന്നെ ചേർത്താന്ന് ചോദിച്ചു. കാരണം നമുക്ക് എളുപ്പം അതാണ്, നമ്മൾ നോക്കേണ്ട അതാണല്ലോ, നമ്മുടെ വീടിന്റെ ഒക്കെ അടുത്തുനിന്ന് പിള്ളേരെ കയറ്റി വിടാനൊക്കെ പറ്റുന്നത്. പണ്ടൊരു കാലത്ത് നടന്നു പോയിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ഇപ്പൊ അപ്ഡേഷൻസ് അനുസരിച്ച് നമ്മൾ നീങ്ങണം എന്നാണല്ലോ അല്ലേ കുഞ്ഞാറ്റെ. പറഞ്ഞോണ്ട് അതെ, ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. 2 ദിവസത്തെ വീഡിയോ ആയിട്ട് ഇത് ഒന്നാക്കിയിട്ടേക്ക് ഇടുന്നത്. അതെ, പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോ ആയിട്ട് വരുന്നോടെ വരെ ബൈ.